ഗുഡ് ഈവനിങ്. മാർക്കറ്റ് ടുഡേയിലേക്ക് സ്വാഗതം. നവംബർ മാസത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പുറത്തു വന്നിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2.3% ആയിരുന്നു. എന്നാൽ അത് കുറവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് 1.89%. പക്ഷേ ഇതൊന്നും കണ്ടെന്ന് നടിക്കാത്തത് പോലെയാണ് നമ്മുടെ മാർക്കറ്റ് ഇന്ന്. നല്ല സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. പ്രത്യേകിച്ച് IT, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG. ഇന്ന് കുറച്ചെങ്കിലും നിഫ്റ്റിയെ താങ്ങി നിർത്തിയത് PSU ബാങ്ക്, റിയാലിറ്റി, മീഡിയ ഒക്കെ ആയിരുന്നു. ഇനി നമുക്ക് ചാർട്ടുകൾ പരിശോധിച്ച് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ടാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 5 മിനിറ്റ് കാൻഡിൽസ് പരിശോധിച്ച് നോക്കാം. ഇന്ന് ഓപ്പണിംഗ് ഒരു റെസിസ്റ്റൻസ് സോണിലായിരുന്നു. അവിടെ നിന്നും ചെറിയൊരു ഇടിവിന് ശേഷം തിരിച്ച് റെസിസ്റ്റൻസ് റീടെസ്റ്റ് ചെയ്തതിനു ശേഷം ഷാർപ്പ് ഫോൾ ആയിരുന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി 50 0.4% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 50 15 കമ്പനികൾ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയപ്പോൾ 35 കമ്പനികൾ ഇന്ന് ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന നിഫ്റ്റി 50 കമ്പനി ടൈറ്റാൻ, അതുപോലെ തന്നെ അദാനി പോർട്ട്, TCS ഒക്കെയാണ്. കൂടുതൽ പോസിറ്റീവ് നേട്ടം കൈവരിച്ചിരിക്കുന്നത് 1.89%, ഡോക്ടർ റെഡ്ഡി, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, HDFC ലൈഫ് 0.38 ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 0.7%ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു സമയത്ത് 11% വരെ സ്പൈക്ക് ചെയ്തിരുന്നു. മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ട്രിഗർ ഒന്നുമില്ല. നാളെയും മറ്റന്നാളും 17-18 US ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഒരു ട്രിഗർ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റിൽ. ഇനിയിപ്പം മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെന്റ് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് IT സെക്ടറൊക്കെ നന്നായി കയറി ചെയ്തുകൊണ്ട് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഇന്ന് 0.69% ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ്പും 0.4% ഗെയിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് അൺചേഞ്ച്ഡ് ആയിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ് തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും. നിഫ്റ്റി IT ആണെങ്കിൽ കണ്ടിന്യൂസ് റാലിക്ക് ശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. 0.74% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി ഫാർമയിൽ ഇന്ന് 0.4% ചെറിയൊരു ഗെയിനാണ് ഉണ്ടായിരുന്നത്. നിഫ്റ്റി FMCG നോക്കുകയാണെങ്കിൽ ഇന്ന് 0.3% ചെറിയൊരു ഇടിവോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയിൽ 0.07% ചെറിയൊരു ഗെയിനാണ്. അതേപോലെ തന്നെ നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി റിയാലിറ്റി. അതിന്റെ ബുള്ളിഷ്നെസ് തുടരുകയാണ്. ഇന്ന് 3.1% ആണ് ഇന്ന് പോസിറ്റീവ് ഗെയിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി മെറ്റലിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 0.97%, 1% ലോസിൽ ക്ലോസ് രേഖപ്പെടുത്തി. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് 0.5% ആണ് ഇപ്പം ട്രേഡ് ചെയ്യപ്പെടുന്നത്. വെള്ളിയാഴ്ചന്റെ ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിലെ ഡൗ ജോൺസ് വെള്ളിയാഴ്ച 0.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. നാസ്ഡാക്ക് IT ഇൻഡെക്സ് 0.7% ഗെയിനാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ PSU സെക്ടറിൽ ചെറിയൊരു പോസിറ്റീവ്നെസ് നമുക്ക് കാണാൻ പറ്റി. 0.5% പോസിറ്റീവായിരുന്നു. ഇനി ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ USD INR നോക്കുകയാണെങ്കിൽ ഇപ്പം റുപ്പീസ് വീണ്ടും വീക്ക്നെസ് തുടരുകയാണ്. 84.83 ആണ് ഇപ്പം നിലവിലുള്ള പ്രൈസ്. സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് നോക്കുകയാണെങ്കിൽ അവന്തി ഫീഡ് ഇന്ന് 7% ഗെയിൻ രേഖപ്പെടുത്തി. കേരള കമ്പനി ആയിട്ടുള്ള കിങ്സ് ഇൻഫ്രയും ഇന്ന് 6.4% പോസിറ്റീവ് രേഖപ്പെടുത്തി. ഇതൊക്കെ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് കിങ്സ് ഇൻഫ്ര. ഒരു ന്യൂസ് നോക്കുകയാണെങ്കിൽ ചെമ്മീൻ എക്സ്പോർട്ട് ഡിമാൻഡ് കൂടുന്നു എന്ന ഒരു ന്യൂസിന്റെ പുറകിലാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. 20% ഗെയിൻ ഉണ്ടാവുന്നതാണ് അവന്തി ഫീഡിൽ നിന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായത്. എന്നാൽ ക്രിസിൽ റിപ്പോർട്ട് പ്രകാരം, ജൂണിൽ ക്രിസിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 8 മുതൽ 10% വരെ എക്സ്പോർട്ടിൽ വർധനവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രീമിയർ എക്സ്പ്ലോസീവ് 2 ദിവസമായിട്ട് അപ്പർ സർക്യൂട്ടാണ്. ഡിഫൻസ് ആൻഡ് സ്പേസ് പ്രൊഡക്ട്സ് നിർമ്മിക്കാൻ വേണ്ടി ഇതൊരു JV ഫോം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ്. ആഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ 1006 കോടിയുടെ ഓർഡർ ഭോപ്പാൽ മെട്രോ റെയിലിൽ നിന്നും കരസ്ഥമാക്കിയിരിക്കുന്നു. 36 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു പ്രൊജക്റ്റാണ്. ഡിക്സോൺ ടെക് ഇലക്ട്രോണിക് ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു JV ഫോം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണുള്ളത്. NBCC 490 കോടിയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണുള്ളത്. അൽഫ ജിയോ 118 കോടിയുടെ ഒരു ഓർഡർ ONGCയിൽ നിന്നും കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണുള്ളത്. ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള ഷെയർഖാൻ പെർസിസ്റ്റന്റ് സിസ്റ്റത്തിന് ഒരു പുതിയ ബൈ
ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 7250. ഭീകരമായ ഒരു ഇടിവിന് ശേഷം പേടിഎം 1000 മാർക്ക് ക്രോസ് ചെയ്തിരിക്കുന്നു. ബ്രോക്കിംഗ് സ്ഥാപനമായിട്ടുള്ള ജെഫ്രീസ് നിഫ്റ്റിക്ക് പുതിയ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് 2025 അവസാനത്തോടു കൂടി 26,600 ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 10% ഒരു ടാർഗറ്റാണ്. ഇന്നത്തെ മാർക്കറ്റോടെ ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.